ഒരു മനുഷ്യൻ ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയൊക്കെ താണ്ടി മുന്നോട്ട് പോകുന്നത്, തളരാതെ പിടിച്ചു നിൽക്കുന്നത് അവൻ്റെ കഴിവ് കൊണ്ടോ സാമ്പത്തിക ബലം കൊണ്ടോ അല്ലെങ്കിൽ ശക്തി കൊണ്ടോ ആണോ? മറിച്ച് അവൻ്റെ പ്രതീക്ഷ കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഡോക്ടർ കേർട്ട് റിച്ചർ 1950s നടത്തിയ ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ റിച്ചറും സംഘവും കുറച്ച് എലികൾ എടുത്തു. എന്നിട്ട് അവയെ വെള്ളത്തിലിട്ടു. എത്ര മിനിറ്റ് നീന്തും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 15 മിനിറ്റ് ഏകദേശം നീന്തിയപ്പോൾ തന്നെ എലികളൊക്കെ തളർന്ന് മുങ്ങാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് ഡോക്ടറും സംഘവും ഈ എലികളെ പിടിച്ചിട്ട് എന്താക്കി, കരയിലേക്ക് ഇരുത്തി കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തു. അങ്ങനെ ആ റിലാക്സേഷനും റെസ്റ്റിയും കഴിഞ്ഞ് വീണ്ടും എലികളെ എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ പിന്നെ എലികൾ എത്ര സമയം കൂടുതൽ നീന്തിയിട്ടുണ്ടാകും? 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്? ഒന്ന് ഗസ് അടിച്ചേ. 60 മണിക്കൂറോളം ആ എലികൾ നീന്തി എന്നുള്ളതാണ്. ഏകദേശം 240 മടങ്ങ് ആ എലികൾ മുമ്പത്തെക്കാളും നീന്തി. ആലോചിച്ച് നോക്കുക, എന്താണ് ഇവിടെ ഡിഫറൻസ്? എലികളുടെ എൻഡ്യൂറൻസ് കൂടിയോ? അല്ലെങ്കിൽ വല്ല സിന്തറ്റിക് ഡ്രഗ്സും പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സും കുത്തിവെച്ചോ? ഇല്ല. ഇവിടെ ഈ എലികൾക്ക് ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടപ്പോൾ വീണ്ടും രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയുണ്ടായി. ഈ പ്രതീക്ഷ കാരണമാണ് ഇത്രയും അസാധ്യമായിട്ടുള്ളൊരു കാര്യം ആ എലികൾ ചെയ്തത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുമ്പോഴോ ശരീരത്തിന് രോഗം ഉണ്ടാകുമ്പോഴോ അല്ല, നമ്മുടെ മനസ്സ് തളരുമ്പോഴാണ്. നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ. സോ ബി ഹോപ്പ്ഫുൾ, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ബി റെസിലിയൻറ്റ്.